നമസ്കാരം, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈയുടെ റെസിപ്പിയാണ്. നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ കേട്ടോ. അപ്പം ആദ്യം നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കാം. 1/2 കിലോ മീനിലോട്ടുള്ള അളവാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. ചെറുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും 1/2 ടീസ്പൂണിന് താഴെയായിട്ട് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 ടേബിൾ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം കേട്ടോ. നല്ല സ്മൂത്തായിട്ട് തന്നെ നമ്മളിത് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ 1/2 കിലോ മീനാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഈ മസാലകളെല്ലാം ഈ മീനിലോട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം. കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഈ മസാല ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഓരോ മീനിലോട്ടും നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം. അതിനുശേഷം നമ്മൾ ഇതൊരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കിത് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഫ്രീസറിലല്ല, നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ മസാലകളൊക്കെ നന്നായിട്ട് പിടിക്കും. 1 മണിക്കൂർ നമ്മളങ്ങനെ ഫിഷൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരുന്നു. ഇനി നമുക്കിതൊക്കെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഫ്ലെയിം മീഡിയത്തിലോട്ട് മാറ്റിയിട്ട് ഫിഷിൻ്റെ പീസസൊക്കെ ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കണം. ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഫ്ലെയിം ലോയിൻ്റെയും മീഡിയത്തിൻ്റെയും ഇടയിൽ വെച്ചിട്ട് ചെയ്യണം കേട്ടോ. അതല്ലെങ്കിൽ മസാലകളെല്ലാം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇപ്പം ഇത് ഏകദേശം ഒരു 5 മിനിറ്റാണ് നമ്മൾ ഒരു സൈഡ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് എടുത്തത്. അതിനുശേഷം തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുന്ന ഫിഷ് ഫ്രൈ ആണെങ്കിൽ ഒത്തിരി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കരുത്. അങ്ങനെയാകുമ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത മസാലകളെല്ലാം വെളിച്ചെണ്ണയിലോട്ട് ഇറങ്ങിപ്പോവും. പിന്നീട് നമുക്കത് ഉപയോഗിക്കാനും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടേ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇതാ ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഫിഷ് ഫ്രൈ ഒക്കെ അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് ആ മസാലകളെല്ലാം കറക്റ്റായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നമുക്ക് ഏത് ഫിഷ് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടമായെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.